ഒരു ദിവസം അല്ലാഹുവിന്റെ ഖബറിലേക്ക് നമ്മളെ എടുത്തു വെക്കുമല്ലോ പ്രിയപ്പെട്ട ഉമ്മ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവേ, 6 അടി മണ്ണിന്റെ ഇരുട്ടിലേക്ക്, 6 അടി മണ്ണിന്റെ ഏകാന്തതയിലേക്ക് നമ്മളെ എടുത്തു വെക്കുമല്ലോ. അന്നൊന്ന് നമുക്ക് കൂട്ടിനാരാണ് കടന്നു വരിക? പൊന്നുമോളെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ. പടച്ചോന്റെ ദുനിയാവിന്റെ തൊലിക്ക് പുറത്ത് അല്ലാഹുവിന്റെ കൽപ്പനകളെ തിരസ്കരിച്ചുകൊണ്ട്, മുത്തുനബിയുടെ കൽപ്പനകളെ കാറ്റിൽ പറത്തിക്കൊണ്ട് കടന്നു പോകുന്ന യുവത്വത്തിന്റെ ചാബല്യമേ, പടച്ചോന്റെ ഖബറിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ പൊന്നുമോനെ? അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊന്നുമോള് ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹയുടെ കല്യാണം കഴിഞ്ഞ ദിവസമുണ്ടല്ലോ, മഹാനായ അലിയാരെ തങ്ങളുമായിട്ട് ഫാത്തിമ ബീവിയുടെ കല്യാണം കഴിഞ്ഞ ദിവസമുണ്ടല്ലോ, മുത്തുനബിയുടെ പൊന്നുമോൾ ഫാത്തിമ. അല്ലാഹുവേ, ആ ദിവസമാണ് മഹാനായ അലിയാരെ തങ്ങളെ വീടിന്റെ വിളക്ക് കെടുത്തുകയാ. രാത്രിയിൽ വീടിന്റെ വിളക്ക് കെടുത്തുന്ന നേരത്ത് ഹബീബിന്റെ പൊന്നുമോള് കരയുകയാ, ഹബീബിന്റെ പൊന്നുമോള് കണ്ണീരൊഴുക്കുകയാ, ഫാത്തിമ ബീവി കൊട്ടിക്കരയുകയാ. അല്ലാഹുവേ, അലിയാരെ തങ്ങൾ ചോദിച്ചു, അല്ല ഫാത്തിമ, എന്തിനാണ് കരയുന്നത്? ഫാത്തിമ, അലീനെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ ഫാത്തിമ നീ കരയുന്നതെന്ന് ചോദിക്കുമ്പോഴാ മഹതിയായ ഫാത്തിമ ബീവി പറയുന്നു, അലിയേ, നിങ്ങൾ വീടിന്റെ വിളക്ക് കെടുത്തിയല്ലോ, നിങ്ങൾ ഈ വീടിന്റെ വിളക്ക് കെടുത്തിയില്ലേ, അന്നേരം വീട് വല്ലാതെ ഇരുണ്ടുപോയി അലിയേ. ഈ ഇരുട്ടിലെനിക്ക് കൂട്ടിനായി നിങ്ങളുണ്ടല്ലോ. നാളെ അല്ലാഹുവിന്റെ ഖബറിലേക്ക് ഫാത്തിമാന്റെ ശരീരം വെച്ചു കഴിഞ്ഞാ, ഏകാന്തതയുടെ ഖബറിലേക്ക്, പാമ്പുകളുള്ള ഖബറിലേക്ക്, പുഴുക്കളുള്ള ഖബറിലേക്ക്, തേളുകളുള്ള ഖബറിലേക്ക്, വിരൂപമായ ഖബറിലേക്ക് ഫാത്തിമാന്റെ ശരീരം വെച്ചു കഴിഞ്ഞാൽ എനിക്കാരാണ് കടന്നു വരിക അലിയേ എന്നോർത്ത് കരഞ്ഞു പോയതാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാ നമ്മൾ സമ്പാദിച്ച പണമുണ്ടല്ലോ, നമ്മളുണ്ടാക്കിയ കൊട്ടാരങ്ങളുണ്ടല്ലോ, നമ്മളുണ്ടാക്കിയ മണിമാളികകളുണ്ടല്ലോ, അത് നമുക്ക് ഉപകാരപ്പെടൂലല്ലോ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്താ? ദുനിയാവെന്ന് പറഞ്ഞാൽ അത് മുഅ്മിനിന്റെ ജയിലാണ്. മുഅ്മിൻ ഇവിടെ ജയിലിൽ കഴിയുന്നത് പോലെ കഴിയണമേ. ഇത് കാഫിറിന്റെ സ്വർഗമാ. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു കഴിഞ്ഞാൽ, ഇദാ മാത ഇൻസാനുൻ ഫഖംസുൻ ലിഖംസതി ഫലഹുമുൽ ലിദീദാനിൻ വഅളുമുൽ ലിതുർബതി വമാലുൽ ലിമുറാസിൻ വറൂഹുൽ ലിഖാബിളി വഅമലുൽ ലിമദ്ലൂമിൻ ഖുദ്ഹാ ബിയഖ്ലതി. ഒരു മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് മരിച്ചു കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു കഴിഞ്ഞാൽ, അവൻ സമ്പാദിച്ച അവന്റെ സ്വന്തമെന്ന് വിചാരിച്ചിരുന്ന 5 സമ്പാദ്യങ്ങൾ മറ്റവകാശികൾ കൊണ്ടുപോവുകയാ. അവനിൽ ഇണങ്ങി ചേർന്ന 5 സമ്പാദ്യങ്ങള്, 5 ഘടകങ്ങള്, അതിന് 5 അവകാശികൾ കടന്നു വരും. പ്രിയപ്പെട്ടവരെ, ഏതെന്നറിയുമോ? ഫലഹുമുൽ ലിദീദാനിൻ വഅളുമുൽ ലിതുർബതി. നിന്റെ ശരീരത്തിന്റെ സുന്ദരമായ മാംസമുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട പെണ്ണേ, അന്യ പുരുഷന് പ്രദർശനവുമായിട്ട് നീ നിന്റെ ശരീരത്തിന്റെ സുന്ദരമായ ഭാഗങ്ങൾ തുറന്നുകൊണ്ട് അല്ലാഹുവിന്റെ ദുനിയാവിലൂടെ നടന്നു പോയില്ലേ? ആ സുന്ദരമായ മാംസമുണ്ടല്ലോ, അത് അല്ലാഹുവിന്റെ ഖബറിലെ പുഴുക്കൾക്കുള്ളതാ. വലഹുമുൽ ലിദീദാൻ
നിന്റെ ശരീരത്തില് ആ മാംസം പുഴുക്കൾക്കുള്ളതാ. നിന്റെ ആ എല്ലിനുണ്ടല്ലോ, ശരീരത്തിന്റെ അസ്ഥിഭാഗങ്ങളുണ്ടല്ലോ, അത് ഖബറിലെ മണ്ണിലേക്ക് അലിഞ്ഞു ചേരുന്നതാ, ഖബറിലെ മണ്ണിലേക്ക് നുരുമ്പി പോകുന്നതാ. നിന്റെ സമ്പാദ്യങ്ങളുണ്ടല്ലോ പ്രിയപ്പെട്ട ഉപ്പമാരെ, അള്ളാഹുവിനെ മറന്നുകൊണ്ട് പണത്തിന് പിന്നാലെ സമ്പാദിക്കാൻ വേണ്ടി നെട്ടോട്ടമോടിയവരെ, നിങ്ങൾ സമ്പാദിച്ച് കൂട്ടിയ പണമുണ്ടല്ലോ, അത് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാ നിങ്ങളുടെ അനന്തരവന്മാർ അതിനുവേണ്ടി തമ്മിലടിക്കുന്നില്ലേ? അതിനുവേണ്ടി നിങ്ങളുടെ മക്കള് കളിപിടി കൂടുന്നില്ലേ? നിങ്ങൾക്കതുകൊണ്ട് എന്ത് ഉപകാരമാണുള്ളത്? നിങ്ങളുടെ സമ്പാദ്യങ്ങൾ നിങ്ങൾക്ക് ശേഷം വരുന്നവർക്കുള്ളതാ. നിന്റെ റൂഹുണ്ടല്ലോ, ഖാബിലുൽ അർവാഹ് മലക്കുൽ മൗത്ത് മഹാനായ അസ്റായീൽ അലൈഹിസ്സലാം നിന്റെ റൂഹുമായി കടന്നു പോകുമ്പോ വഅമലുൽ മദ്ലൂമിൻ ഖുദ്ഹാ ബിയഖ്ലതി, നീ ചെയ്ത സുന്ദരമായ പ്രവർത്തനങ്ങളുണ്ടല്ലോ, അല്ലാഹുവേ പരലോകത്ത് എനിക്ക് ഉപകാരപ്പെടണമെന്ന് വിചാരിച്ച് നീ ചെയ്ത നിന്റെ സുന്ദരമായ പ്രവർത്തനങ്ങളില്ലേ, അത് അല്ലാഹു നീ കാരണം വേദനിച്ചവർക്ക് വീതിച്ചു കൊടുക്കുകയാ. നീ നാവ് കൊണ്ട് മറ്റൊരുത്തനെ വേദനിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഇന്ന് പെണ്ണു കൂടിയാൽ അവിടെ ഫിത്നയാണ്, പെണ്ണു കൂടിയാൽ അവിടെ ഗീബത്താണ്, പെണ്ണു കൂടിയാൽ നമീമത്താണ്, പെണ്ണു കൂടിയാൽ ഏഷണിയാണ്. ആ പെണ്ണെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങൾ ആരെയാണോ കുറ്റം പറഞ്ഞത്, നിങ്ങൾ ആരുടെ കുറവുകളാണോ മറ്റൊരുത്തനോട് പറഞ്ഞു കൊടുത്തത്, മറ്റൊരാളോട് പങ്കുവെച്ചത്, ആ കുറവുകൾ ആരെയാണോ വേദനിപ്പിച്ചത്, എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ നിങ്ങളുടെ സൽക്കർമ്മങ്ങള് അല്ലാഹു എടുത്ത് ആ മനുഷ്യന് കൊടുക്കുമത്രേ, ആ മനുഷ്യന് കൊടുക്കുമത്രേ. നമ്മൾ ചെയ്തു പോയ സുന്ദരമായ പ്രവർത്തനങ്ങൾ നമുക്ക് നഷ്ടപ്പെടും. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു തന്നെ കുറ്റം പറഞ്ഞ മനുഷ്യന് മധുരം കൊടുക്കുകയാ. കാരണം എന്തെന്നറിയുമോ? അയാളെ കുറ്റം പറയുന്നതിലൂടെ അയാളുടെ സുന്ദരമായ നന്മകൾ, സുഹൃതമായ പ്രവർത്തനങ്ങൾ ഹസനുൽ ബസ്രിയുടെ ഹദറത്തിലേക്ക്, ഹസനുൽ ബസ്രി അക്കൗണ്ടിലേക്ക് കടന്നു വരികയാണല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഉപകാരം ചെയ്തതാണ്, അദ്ദേഹത്തിന് പ്രതിഫലമായിട്ട് മധുരമുള്ള ഭക്ഷണങ്ങൾ ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു നൽകിയിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഇനിയെങ്കിലും ഒന്ന് മാറിക്കൂടെ? അള്ളാഹുവിന്റെ ഖബറിലേക്ക് കടന്നു പോകണ്ടേ? അള്ളാഹുവേ, അള്ളാഹുവേ, ആ ഖബർ നീ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട പെണ്ണെ, ആ ഖബറിലേക്ക് നമ്മളെ വെച്ചു കഴിഞ്ഞാ അള്ളാഹുവേ, ചിതളും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവർക്ക് നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമളാമൃതൂലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. ഖബറിൽ നിറച്ച് പുഴുക്കളുണ്ട്, പാമ്പുകളുണ്ട്, തേളുകളുണ്ട്. നമ്മുടെ ശരീരമുണ്ടല്ലോ, നമ്മൾ സുന്ദരമായി കൊണ്ടു നടന്ന് നമ്മുടെ മാംസമുണ്ടല്ലോ, അത് ഖബറിലെ പുഴുക്കൾ പിച്ചു തിന്നും. പൊന്നുമോളെ, പാമ്പുകളും തേളുകളും മത്സര്യ ബുദ്ധിയോട് നമ്മുടെ മാംസങ്ങള് കൊത്തി തിന്നുന്ന ഗതികേടിനെ കുറിച്ച് ചിന്തിച്ചു നോക്ക് പൊന്നുമ്മ. എന്നിട്ടെങ്കിലും നമുക്കൊന്ന് മാറണ്ടേ? അല്ലാഹുവേ, അല്ലാഹുവേ, അല്ലാ, നീ ഞങ്ങൾക്ക് ഖബർ സ്വർഗീയമാക്കി തരണേ അല്ലാ.